ഹലോ. ഞങ്ങൾ ഒമാനില് ഇപ്പൊ രാത്രിയില് 2 മണി കഴിഞ്ഞു. 2-2:30 ആയി. ഇതെന്തിനാ ഇവിടെ കയറുന്നേ? കടയടച്ചേക്ക് വന്ന് തോന്നുന്നു. പിന്നെ കാണണ്ടോ അടയ്ക്കുന്ന കടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചുണർത്തി. ഇവിടെ 5 ദിവസം അവധിയാണ്. അപ്പോൾ വെറുതെ കിടന്നങ്ങ് ഉറങ്ങിയാൽ അത് ശരിയാവും. നമുക്കൊരു അവധിയുള്ള ദിവസമൊക്കെ എൻജോയ് ഉണ്ട്. അല്ലെങ്കിൽ പറയും രാവിലെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് പോകണോ, എനിക്ക് കിടന്നുറങ്ങണം, നിനക്ക് ഡ്യൂട്ടി ഇല്ല, ഇവിടെ കിടന്നുറങ്ങാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ 2:30 ആയപ്പോൾ ഒമാനിൽ അൽഖൂദിലൂടെ കറങ്ങുകയാണ്. കുറച്ച് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ സിറ്റി ചാലുവാണ്. അതാണ്ട് റോഡിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. 1-2 എണ്ണമൊക്കെ പോകുന്നുണ്ട്. ഒറ്റ കട തുറന്നിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞം കഴിക്കാന്ന് ചൊല്ലി ഇറങ്ങിയതാ. വിനോദേട്ടൻ നല്ല ഉറക്കക്ഷീണത്തിലാണ്. മുഖമൊക്കെ കഴിച്ച് റെഡിയാക്കി വാന്ന് പറഞ്ഞ് ഇറങ്ങി. എന്ത് ചെയ്താ വരുന്നില്ല. അവസാനം ഇച്ചിരി പൗഡറൊക്കെ എടുത്ത് കയ്യിലിട്ടിട്ട് ഞാൻ മുഖത്ത് അമക്കി ഒന്ന് തേച്ചു. അത് ഇഷ്ടമല്ല, പൗഡറിന്റെ മണം പോലും ഇഷ്ടമല്ല. അപ്പോൾ ഒരു എനർജി വന്നു അതിന്റെ മണമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി മുഖം കഴുകി വെച്ച് കൂടെ കൂടിയിട്ടുണ്ട്. ഇനി എവിടെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാം. നമുക്കൊരു ഫുഡാണ് മസ്റ്റ്. ഒറ്റ കട തുറന്നിട്ടില്ല. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് സിറ്റി കാണിച്ചു തരാവേ. അത്യാവശ്യം സിറ്റിയാണ് കാണുന്നത്. കുറച്ച് ഫോക്കുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് ഇങ്ങനെ. പിന്നെ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ, ഗോൾഡൻ. അല്ല, അത് അടച്ചേക്കോ ചേട്ടാ. അവര് ക്ലീനിങ്ങാ. ഉണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒരു കടയിൽ തുറക്കാതിരുന്നാ മതിയായിരുന്നു. എന്നാലും കണ്ടതാണ്ട 1-2 വണ്ടിയൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട്, പേടിക്കണ്ട. ഒറ്റ ഹോട്ടലില്ലാട്ടോ, രക്ഷപ്പെട്ട്. ഉണ്ടാവും, സീഷെല്ലുണ്ടാവും. ഇല്ല അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ ബർഗറൊക്കെ വെക്കുന്ന കടകളുണ്ടാവും. എന്തെങ്കിലും കട ഉണ്ടാവും കേട്ടാ. ബർഗറെങ്കിലും വിൽക്കുന്ന കട ഉണ്ടാവും. അയ്യോ, ഒന്നാ പിന്നെ വെളുപ്പിനെ കട തുറക്കുന്നുണ്ടവരെ വണ്ടി ഓടിക്കേണ്ടി വരും. എന്തെങ്കിലും കഴിക്കണം. എനിക്ക് വിശക്കുന്നുണ്ട്. എന്നിട്ട് വിശക്കുന്നുണ്ടാകത്തില്ല. വൈകിട്ട് എന്തോ കഴിക്കുന്ന ഒരു സാധനം നീ ഉണ്ടാക്കി തന്നില്ല. ഗീ റോസ്റ്റ് കഴിച്ചു. ഗീ റോസ്റ്റ് നീ ഉണ്ടാക്കി തന്നാണോ? അല്ല, ദാണ്ടെ ഇസ്താംബുൾ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. എന്താ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കടയെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എന്താ പറയുന്നത്, കട തുറന്നിട്ടുണ്ട്. ഷവർമയും ഇത്യാദി സാധനങ്ങൾ. തുർക്കിഷ് ആൻഡ് അറബിക് ഫുഡാണ്. നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. ഫുഡ് സ്റ്റഫിന്റെ ഒരു കട തുറന്നിട്ടുണ്ട്. അഥവാ ബിരിയാണി കിട്ടിയാലോ. കൊണ്ട പോകുന്നുണ്ട്. മുന്നേ എന്നെക്കാട്ടി മുമ്പേ പോവണ്ട കട കണ്ടോണ്ട്. ഒരു മനുഷ്യരില്ല കേട്ടോ. പേടിക്കണ്ട. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്. കട കാണാനാ, കടയിലേക്ക് പോവുക. വഴിയില് പൂച്ചയുടെ കിന്നരിക്കുക. ഇങ്ങനെയാണ് പേടിക്കുന്നേ. എൻ്റെ കയ്യിലാകപ്പെടെ ഒരു ടിഷ്യൂ ഉള്ളൂ. നിനക്ക് വേണോ? ബാ. ടിഷ്യൂ കൊടുത്ത് പറ്റിക്കുക. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഒന്നും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ ആളാണ് മുന്നേ പോകുന്നത്. എനിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നു. ഇപ്പം കഴിക്കുമ്പോൾ കണ്ടോണേ ആർക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര സെറ്റപ്പാണ്. വേണ്ട, രാത്രിയാണെങ്കിൽ ഒക്കെയാണ്. കുറേ ലൈറ്റൊക്കെ ഇട്ട് മുട്ടത്തലയും കയറി പോവാ. അവരെന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. എനിക്ക് ഭ്രാന്താണ്. എന്താ കഴിക്കുന്നേ? എനിക്ക് ഷവർമ പ്ലേറ്റ് വാങ്ങിച്ചാ എന്നെ നാണം കെടുത്തുവാ. ഷവർമ പ്ലേറ്റ് പറഞ്ഞിട്ടുള്ള ഇരിപ്പ് കണ്ടു. പാതിരാത്രി എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഷവർമ പ്ലേറ്റും പറഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പ്.
ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. കാത്തിരിക്കണ്ട. നടക്കുന്നുണ്ട്. ഇപ്പൊ ആരാ ആദ്യം കഴിക്കുന്നേ? അതേട്ടൻ അങ്ങ് കഴിക്കുവാ. ഷവർമ്മ ഒന്നുമില്ലല്ലോ. ഇല്ല. അല്ല ഷവർമ്മ പ്ലേറ്റ് കണ്ട. ഇവിടുത്തെ സെറ്റപ്പ് കണ്ട. ചൂട് കൂടുതലായതുകൊണ്ട് എന്താ ആർട്ടിഫിഷ്യൽ മഴ, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. അവർക്ക് എന്നെ മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കുന്നില്ലേ. ഷവർമ്മ പ്ലേറ്റ് റെഡി, കുബൂസ് റെഡി, കഴിക്കുന്ന ആള് റെഡി. കൊള്ളാം. മയണൈസ് ഓക്കെ എന്നേ ഉള്ളൂ. മയണൈസ് ഓരോ കടകളിലും വ്യത്യാസമാണല്ലോ അല്ലേ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അത്ര ഓക്കെ എന്നേ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? അതിലോട്ട് സലാഡ് ഉണ്ട് അല്ലേ? സലാഡ് അത് മറ്റേ ഉപ്പിലിട്ടതാണ് അല്ലേ? പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് അത്ര ക്രിസ്പി ഒന്നും അല്ല കേട്ടോ. ഇത് വെജിറ്റബിൾ സലാഡ് ഉണ്ട്. കുബൂസ് ഉണ്ട്. കുബൂസ് കുബൂസാണോ ബെഡ്ഷീറ്റാണോ? നോക്കട്ടെ, ഷവർമ്മ ഇങ്ങോട്ട് നോക്കട്ടെ. കൊള്ളാല്ലേ? ഇത് എന്തൊരു ഷോപ്പാ? തുർക്കി ഷോപ്പില് ഷവർമ്മയൊക്കെ നല്ലതല്ലേ പൊതുവേ? അല്ല അല്ലേ? അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അല്ല, ഇഷ്ടമായാലും നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മള് ബാക്കിയുള്ള ഹോട്ടലുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. വയറ് നിറഞ്ഞിരിക്കുന്നോണ്ടാണ് കുറച്ച്. അല്ല, എന്നാ വയറ് നിറച്ച് കഴിക്കും. അത് കൊണ്ടുപോയി കൊണ്ടങ്ങോട്ട് വച്ചതേ ഉള്ളൂ. അതങ്ങ് കൊണ്ടുപോയി. ചേട്ടനോട് കഴിച്ചോ? എങ്ങനുണ്ട്? എനിക്ക് ഇതത്ര സ്ട്രോങ് അല്ല, ക്രിസ്പി അല്ല. മയണൈസ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു മയണൈസിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. വെളുത്ത മയണൈസ്. നമ്മൾ സാധാരണ മയണൈസ് ഒരു ക്രീം കളറല്ലേ വരുന്നത്. ഇത് ആ പാലിന്റെ ടേസ്റ്റിനോട് കൂടെ ചേർന്ന് അല്ലേ? എനിക്ക് തോന്നുന്നത് അവിടെ മുട്ട യൂസ് ചെയ്യാതുള്ളതായിരിക്കും. മുട്ട യൂസ് ചെയ്യാതെ ഉണ്ടാക്കാമല്ലോ, ഹെൽത്തി ആയിരിക്കും ചിലപ്പോൾ. പിന്നെ സലാഡ് ഉണ്ട്. ഈ സലാഡ് ഉപ്പിലിട്ടത് നമ്മൾ നാട്ടിലൊക്കെ ഷവർമ്മയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ. പിന്നെ വെജിറ്റബിൾ സലാഡുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് പോലത്തെ കുബൂസ് ഉണ്ട്. അമ്മ ഷവർമ്മ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഓക്കെയാ എന്നേ ഉള്ളൂ. ശരിയാ, വലിയൊരു പോസിറ്റീവ് സൈഡ് ഒന്നും പറയില്ല. ഒരു ആവറേജ്. പിന്നെ ഈ രാത്രി ഇതേ കിട്ടത്തപ്പോഴേ. അപ്പൊ എന്നാ കഴിക്കും. പാത്രം കാലിയാക്കിയിട്ടുണ്ട്. പച്ചലകളുണ്ടായിരുന്നു, അതും വച്ചു വാരി പിന്നെ. എന്നിട്ട് പറയുന്നത് എന്തുവാ, അവക്ക് വിശക്കുന്നു. കഴിക്ക് കാവൽക്കാരതാണ്. തീർക്കുമല്ലേ? തീർക്കുമല്ലേ? എവിടെ ചെന്നാലും ഇവിടെ കാണുന്ന ഒരു സാധനമാണ് പൂച്ച. പൂച്ച ഇല്ലാതൊരു ഗൾഫ് എല്ലാം കാലിയാക്കി വേണേ. എല്ലാം ഉപ്പൂസ് മാത്രമേ ഇരിപ്പുള്ളൂ. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, കാണാമോ? എവിടെ? അതോട്ടേണ്ട ഇല്ല, ഇടിക്കത്തൊന്നുമില്ല. ഇതാവോ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാൻ പോയി. ഓക്കെ, താങ്ക് യു. اوكي السلام. ديسكاونت قراتي نعطي. شوف هذا ديسكاونت فيه. شوف هذا في ديسكاونت. هذا لا. شوف انت يمشي صباح. شوف
വർക്ക് ചെയ്യുന്നിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. 4 مرة يجي 20%. Okay. بنام دي بطل سادس بقى ഓക്കെ ഓക്കെ ستوري ها ആ ഓക്കെ കാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ. كل في زيادة بس هو الديسكاونت أعطينا ديسكاونت. خلاص ما في ديسكاونت 3 ريال لا شوف 1 time 2 time 3 time 4 time 20% discount. 4 5 6 7 8 time half chicken grill chicken free. مرتاح أنت بعدين. ഇപ്പൊ സമയം കണ്ട 3:11 എന്നെങ്കിലും ഉണ്ടോ ആള് എന്നെ നാളെ പോണ്ടായല്ലോ, അതുകൊണ്ടല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ച് കുടവണ്ടിയൊക്കെ ചാടിച്ച് അയ്യോ ഇറങ്ങാൻ പോവാ. എവിടെ തിരിഞ്ഞാലും ലൈറ്റ് അല്ലേ. ഇവരെല്ലാം ഉണരുന്നതേ ഉള്ളൂ. ഇപ്പൊ ബാങ്ക് വിളിക്കത്തില്ലേ 4 മണിയൊക്കെ ആകുമ്പോ, 3:30 4 5 കണ്ടേ. ഇപ്പൊ 3:15 എല്ലാരും ഉണരുമ്പോഴത്തേക്ക് നമുക്ക് പോയി കിടന്ന് സ്വസ്ഥമായിട്ട് 3:30 ആകുമ്പോ കിടന്നുറങ്ങാം. അവധിയല്ലേ. അപ്പൊ നാളെ 3:30 എണീക്കാം വൈകിട്ട്. അപ്പോൾ ലഞ്ച് അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട വെക്കണ്ട, ലഞ്ച് കഴിക്കണ്ട വെക്കണ്ട. അല്ല പാട്ടിടണമായിരുന്നു ഇതിനകത്ത്. ഏതാ ഒരു പാട്ടില് ഞങ്ങള് തിരിച്ച് റൂമിലെത്തിയില്ല, പാർക്കിങ്ങിലെത്തി. ഇനി റൂമിലോട്ട് പോയി കിടന്നുറങ്ങണം. വല്ലതും കാണാമോ എന്തോ അന്ധകാരത്തിനകത്താ അവിടെ ചോദിച്ചു. ബാക്കിയത് മുടി കയറിയെന്നു. അപ്പൊ ശരി, നീ ഇതുപോലെ അർദ്ധരാത്രിയിലും എളുപ്പകാലത്തൊക്കെ പോകുന്ന വീഡിയോകളുമായി വീണ്ടും കാണാം.